ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ രസമാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ രസം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു വന്നാലോ. നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിലെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വെക്കാം. മീഡിയം സൈസിലുള്ള 2 തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി 4ആയിട്ട് കീറിയതിന് ശേഷം നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വിസിലിന് ഈ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് തക്കാളി വേകാനായിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം, ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പം വരുന്ന ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കുതിർന്ന് വന്ന പുളി നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കാമേ. ഇത് നമുക്കിനി അരിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ മാറ്റി വെക്കുവാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കാമേ. നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് കൊടുക്കാം. പുളിയാകുമ്പോൾ ഒരുപാട് അഴുക്കും പുളിയുടെ തോടും ഒക്കെ അതിനകത്ത് കാണും. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പം എന്തേണ്ടേ, ഞാൻ പുളിവെള്ളം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ പുളിക്ക് ആവശ്യമായിട്ടുള്ള, കാരണം ഇതിപ്പോൾ നല്ല പുളിയിലായിരിക്കും ഇരിക്കുന്നത്, നമുക്ക് ഈ രസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നത് വരെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുഴുവനോടെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക്, ഒരു 3 ചെറിയ ഉള്ളി ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആദ്യം ചതച്ച് വെച്ചിരുന്ന കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം ചേർന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് നല്ല ഒരു സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. 1 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിയുടെ മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇതിരുന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി ഉപ്പ് നോക്കണം കേട്ടോ. പാകമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതില്ല. എന്തെങ്കിലും ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഈ ഉപ്പ് പാകമാണ്. അപ്പോൾ ഇത് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇരുന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം 3 മിനിറ്റ് തിളപ്പിക്കാനേ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും, മല്ലിയില ഇട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വളരെ രുചികരമായിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.